ഹലോ വെൽക്കം ടു ലൈഫ് സ്റ്റൈൽ മലയാളം. ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് സാപ്പിൽ സോളിഡ് ബ്ലാക്ക് എന്ന പെർഫ്യൂമാണ്. കുറേ നാളുകൾക്ക് മുമ്പ് ഞാൻ ഇതിന്റെ ഒരു ഡിയോഡറന്റ് വേർഷൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. സോളിഡ് ബ്ലാക്ക് ഇപ്പോൾ ഒരുവിധ ആൾക്കാർക്കൊക്കെ കണ്ട് പരിചയമുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. നമ്മുടെ ലേറ്റർ സോളിലും സിഗ്നേച്ചർ സെൻസിലും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ സെയിൽ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ്. സാധാരണ സാപ്പിൽ സോൾഡ് പെർഫ്യൂമിന്റെ അതേ അപ്പിയറൻസ് തന്നെ ഇതിനെ ബ്ലാക്ക് കളർ ആക്കി എന്ന് മാത്രം. ഓക്കെ, അത്രേ ഉള്ളൂ, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിനൊരു പുറത്തൊരു കവർ ഉണ്ട്. ആ കവർ ഞാൻ കീറി കളഞ്ഞതാണ്, പക്ഷെ ഈ സാധനം ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി ചിലർക്ക് ഡൗട്ട് ഉണ്ട്, സാപ്പിളിലെ പെർഫ്യൂംസ്, അതായത് ഒരാൾക്ക് ഒരു സാപ്പിൾ പെർഫ്യൂം വാങ്ങിയിട്ട് സ്മെല്ല് വേണ്ടത്ര കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ കംപ്ലൈന്റ് ആയിട്ട് വരും, ഞാൻ കിട്ടിയത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നും പറഞ്ഞത്. അത് ഞാൻ മുമ്പ് പലപ്പോഴായിട്ട് കാണിച്ചിട്ടുണ്ട് സാപ്പിൽ എങ്ങനെയാണ് ഡ്യൂപ്ലിക്കേറ്റ് വരുന്നത് എന്നുള്ളത്. എനിക്ക് തോന്നുന്നത് നമ്മളെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നോക്കിയാൽ കാണാൻ പറ്റും. അതെല്ലാം വ്യത്യാസമുണ്ട്, അതിന്റെ ബോക്സും ബോട്ടിലും എല്ലാം വ്യത്യാസമുണ്ട്. ഇനി റീഫിൽ അടിച്ചിട്ട് സാപ്പിൽ സോളിഡ് വരുമെന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടായേക്കാം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ഹോളോഗ്രാമ കണ്ടോ, ഈ സാധനമൊക്കെ ഒട്ടിയിട്ട് നിൽക്കുന്ന ഒരു സാപ്പിളിന്റെ ഒരു പെർഫ്യൂം, ഇത് എന്താ പറയാ, ഇതൊക്കെ ഒറിജിനൽ ആണെന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ്. പിന്നെ ഇതിന്റെ പുറത്തുള്ള ആ കവറിലെ ആ കമ്പനീന്റെ ഡീറ്റെയിൽസ് ഉണ്ട്, അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും മറ്റുള്ളതൊക്കെ ആയിട്ട്. അപ്പൊ അങ്ങനെ ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ബാച്ച് നമ്പർ ചെക്ക് ചെയ്തോളൂ, ഇല്ലെങ്കിൽ കമ്പനീനെ കോൺടാക്ട് ചെയ്ത് നോക്കിക്കോളൂ. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. സാപ്പിൾ പ്രൊഡക്ട്സ് ഇവിടെ അവരുടെ ഡീലർഷിപ്പ് ത്രൂ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അവർ ഇവിടെ ഹോൾസെയിലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ പ്രൊഡക്ട്സ് എല്ലാവരും ഇത് റീസെല്ലിങ്ങിന് എടുക്കുന്നത്. അതല്ലാതെ അതിന്റെ ഇടയിൽ പോയിട്ട് ഫ്രോഡ് പണി കാണിക്കുന്നവർ ഉണ്ടായേക്കാം, എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഓൺലൈനിൽ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ്സ് കിട്ടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിനാദ്യം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഇതേപോലെ ഒരിക്കൽ ആ ഡ്യൂപ്ലിക്കേറ്റ്സ് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടപ്പോഴൊക്കെ ശ്രദ്ധിച്ചൊരു കാര്യം, ഈ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ നല്ല വ്യത്യാസമുണ്ട് ഒന്ന്. പിന്നെ ബോട്ടിലും മാറ്റമുണ്ട്. ഇനിയിപ്പോൾ ബോട്ടിൽ റീഫിൽ ചെയ്ത് വന്നാൽ നിങ്ങൾ നോക്കേണ്ടത് ഈ ഹോളോഗ്രാം ഉണ്ടോ, അവിടെ പുറത്തുള്ള അതിന്റെ കവറിങ്ങും കാര്യങ്ങളും പിന്നെ അതിന്റെ പുറത്തുള്ള ഡീറ്റെയിൽസും ഒക്കെ ഉണ്ടോ നോക്കുക. മാത്രമല്ല ഇവിടെ ഇതില് ബാച്ച് നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതൊക്കെ കൺഫേം ചെയ്യാം. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ. അത് ഒരിക്കലും നമ്മൾ എന്താ പറയാ ഔട്ട്ലെറ്റ്സ് ത്രൂവോ അല്ലെങ്കിൽ നമ്മൾ ത്രൂ ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ്സ് സെയിൽ ചെയ്യൂല. കാരണം സാപ്പിൾ ഡീലർ തന്നെയാണ് നമുക്ക് സാധനം തരുന്നത്. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഡീലറിനെ തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരിക്കലും ഒരു പെർഫ്യൂം, ഇത്തരം പെർഫ്യൂംസ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഫ്രാഗ്രൻസ് ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ റിട്ടേൺ എടുക്കുമെന്ന് ചോദിക്കരുത്. അതേപോലെ ഇത് പൊട്ടിച്ചു കഴിഞ്ഞിട്ട് ഇതിനെ ഞങ്ങൾ വിചാരിച്ച ഫ്രാഗ്രൻസ് ഇതല്ലായിരുന്നു, ഇതിന് അത്ര പെർഫോമൻസ് ഇല്ല, ഇത്ര പ്രശ്നങ്ങളുണ്ട്, ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഒരിക്കലും ഒരു പെർഫ്യൂം ഒരാളും റിട്ടേൺ എടുക്കില്ല. നിങ്ങളൊരു മൊബൈൽ ഫോണൊക്കെ എടുത്ത പോലെ പിന്നെ നിങ്ങളും ആ കമ്പനിയും തമ്മിൽ ഈ ഇടപാട് ആയിക്കൊള്ളണം എന്നുള്ളതാണ്. ആക്ച്വലി ഏതൊരു ബ്രാൻഡഡ് പ്രോഡക്ട്സ് എടുത്തു കഴിഞ്ഞാലും ഒരു സെല്ലർക്ക്, ജെന്യൂൻ ആയിട്ടുള്ള പ്രോഡക്റ്റ് സെയിൽ ചെയ്ത സെല്ലർക്ക് അത് സെയിൽ ചെയ്യുക എന്നുള്ളതാണ് അയാളുടെ ഡ്യൂട്ടി. അതല്ലാതെ അതിന്റെ സർവീസും കൂടി ഏറ്റെടുക്കുക എന്നുള്ളതല്ല. സർവീസിന് ആണ് അവർ ഈ ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ളത്, അവരെ കോൺടാക്ട് ചെയ്യാൻ, അവരെ കസ്റ്റമർ കെയറും മറ്റുള്ളതൊക്കെ. അങ്ങനെയാണ് ഇതിന്റെ സർവീസ് ഡീൽ ചെയ്യേണ്ടത്. അത് എനി പെർഫ്യൂം അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതല്ലാതെ പിന്നെ ഇത് എവിടെ നിന്നാണോ കിട്ടിയത് തിരിച്ച് അവിടെ കൊണ്ടുപോയി കൊടുക്കുക, എന്നിട്ട് ഇതിന് പ്രശ്നങ്ങളുണ്ട് അങ്ങനെ പറയരുത്. കാരണം എന്താ വെച്ചാല് ഒരു പെർഫ്യൂം ഓപ്പൺ ചെയ്താൽ പിന്നെ അത് ആരും എടുക്കൂല. അപ്പൊ അതുകൊണ്ട് കമ്പനി ഇത് ഫസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് ജെനുവിൻ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിക്കുക. ഓൺലൈനായിട്ട് വാങ്ങിക്കുമ്പോൾ ഒരുപാട് പേർക്ക് ഇതിൽ ഡ്യൂപ്ലിക്കേറ്റ്സ് കിട്ടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഓൺലൈനിൽ പൊതുവെ ഇനിയിപ്പോൾ ജെനുവിൻ ആണെങ്കിൽ കൂടിയിട്ടും ചിലരുടെ ഒരു മൈൻഡ് സെറ്റ്, ഞാൻ കുറെ ആൾക്കാർ കണ്ടിട്ടുണ്ട്, ഒരു ഭയങ്കര ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉള്ളവർ. ചിലർക്ക് ചില സാധനങ്ങൾ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ വെറുതെ നെഗറ്റീവായിട്ട് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഈ ഫ്രാഗ്രൻസുകൾ, അതുപോലെ തന്നെ ഫുഡ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ഈ പറഞ്ഞറിയിച്ചാലും ഇത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴേ നമുക്കത് ഓക്കെ ഇതിന് ഇന്നതാണ് എന്ന് മനസ്സിലാവുള്ളൂ. ചിലപ്പോൾ നമ്മളെ കപ്പ് ഓഫ് ടീ ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ അത് ഇഷ്ടം ആയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത പണി നോക്കും. ഫുഡാണെങ്കിൽ ഇവനെ കഴിഞ്ഞു, വേറെ ഒന്നും ചെയ്യാനില്ല. ഇതേപോലെ പ്രൊഡക്റ്റുകളാണെങ്കിൽ അടുത്തൊരു പണി എന്താ ശ്രമിക്കുക, അതൊന്നെങ്കിൽ തിരിച്ചു കൊടുക്കാൻ നോക്കും. അതല്ലാന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി തിരിച്ച് ആ ആൾക്കാരെ എടുക്കുന്നില്ല. ഓൺലൈനിൽ നിന്ന് എടുത്തു, ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ എടുത്തു, അവർ റിട്ടേൺ എടുക്കുന്നില്ല. അടുത്ത പണി എന്താ, അതിനെക്കുറിച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നവരുണ്ട്. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടിയതോ അല്ലെങ്കിൽ കേടുവന്ന സാധനം കിട്ടിയതോ അത്ര ആൾക്കാരെ കാര്യമില്ല, അല്ലാതെ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നവരെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എന്തായാലും ആ ടോപ്പിക്ക് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഇത് ഞാൻ ഈ ഒരു പെർഫ്യൂം പർട്ടിക്കുലർലി സാപ്പിളിന് വേണ്ടിയിട്ട് പറഞ്ഞതല്ല, ഒരു
എന്താ പറയാ, ഈ ഒരു ഇൻ ജനറൽ ഒരു അവയർനെസ് തന്നു എന്നുള്ളു. ഏതൊരു പെർഫ്യൂം വാങ്ങിച്ചാലും അതിനാണ് എല്ലാ കൺട്രിയിലും ഒരു പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ അതിന്റെ കസ്റ്റമർ കെയർ ഡീറ്റെയിൽസും മറ്റുള്ളതൊക്കെ അതിൽ മെൻഷൻ ചെയ്യണം എന്ന് പറയണം. ഓക്കെ, എനിവേസ്, അപ്പോൾ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം. ഇത് ഇവിടെ അതിന്റെ സ്റ്റിക്കർ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്യാൻ പോട്ടോ. ഇത് ഫസ്റ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഇനിയിപ്പോൾ ഇതിന്റെ പെർഫോമൻസ് എത്രയാണെന്നുള്ളത് എനിക്ക് പറയാൻ അറിയണം, കാരണം ഞാനത് പേഴ്സണലി യൂസ് ചെയ്യാത്തൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഓപ്പൺ ചെയ്താൽ ഇതാ ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇങ്ങനെയാണ് ഈ പെർഫ്യൂം ഉള്ളത്. ഇതിങ്ങനെ ഒരു സൈഡിലായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതിന്റെ റീസൺ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ഞാൻ പറഞ്ഞുതരാം. ചിലർക്ക് അതൊക്കെ ഡൗട്ടാണ്, ഇതെന്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഈ സാധനം നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സ്റ്റാൻഡ് പോലെ അതൊക്കെ ഓൾറെഡി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിയിട്ടുണ്ട്. കാരണം ഇതൊരു കൊറിയർ അയച്ചു കൊടുത്താലോ, അല്ലെങ്കിൽ ഇത് എനിക്ക് ഞാൻ കൊറിയറായിട്ട് എടുത്തതല്ല, ഷോപ്പിൽ നിന്ന് എടുത്തത് തന്നെയാണ്. പക്ഷേ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ആകുമ്പോൾ എന്ത് പറ്റും, ഈ സാധനങ്ങൾ എന്താ പറയുക, നമ്മൾ ഇത് വിചാരിച്ച സ്ഥലത്ത് നിന്നോളാം എന്നില്ല. സോ അതൊക്കെ മനസ്സിൽ വെക്കുക. സോ ഇതാണ് പെർഫ്യൂം സാപ്പിൾ സോളിഡ്. സാധാരണ സാപ്പിൾ സോളിഡ് ബ്ലൂ, സാപ്പിൾ സോളിഡിന്റെ ഊത് അതിലൊക്കെ ഉണ്ടായിരുന്ന അതേ ഒരു ബോട്ടിൽ തന്നെ. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരു ആറ്റമൈസറാണ്, കാരണം ഈ സാധനം മര്യാദക്ക് ആവുകയില്ല. ഇത് ഇങ്ങനെയുള്ള ഏതും ഈവൺ ആ 1 മില്യൻ്റെ ഒക്കെ മേലെ ഇതാണ് വരുന്നത്, ഗുഡ് ഗേളിൻ്റെത്. ഈ സാധനങ്ങൾ തീരെ ഒരു 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 എന്താ പറയാ, ഇതൊരു യൂസർ ഫ്രണ്ട്ലി അല്ല. അപ്പോൾ ഇത് ഇനി എങ്ങനെയുണ്ട് നോക്കാം. ഫസ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പോട്ടോ. ഓക്കെ, ആറ്റമൈസർ ക്വാളിറ്റി ഈസ് ഗുഡ്. ചില ആൾക്കാർ സാപ്പിളിന് കംപ്ലൈന്റ് പറയാറുണ്ട്, അത് കമ്പനി അംഗീകരിച്ച കാര്യമാണ്. ഇത് കറക്റ്റ് വരുന്നില്ല എന്നാണ്. ഇത് ഓക്കെ. അപ്പൊ ഇതിന്റെ ഫ്രാഗ്രൻസ്, ഇതിപ്പോ ഞാൻ ഇതിന്റെ പെർഫ്യൂം ഞാൻ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, ഡിയോഡറന്റ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഫ്രാഗ്രൻസ് എനിക്ക് പേഴ്സണലി ഇത് തോന്നിയത് എന്താ വെച്ചാല്, സാധാരണ സാപ്പിൾ സോളിഡ് പെർഫ്യൂം എന്ന് കിട്ടുന്ന ഒരു ഫ്രാഗ്രൻസ് ഇതിലുണ്ട്. പക്ഷെ അതിന്റെ കൂടെ തന്നെ അതിലുള്ള ആ ഒരു വുഡി സ്പൈസി നോട്ട്സ് ഉണ്ടല്ലോ, അതിവിടെ അങ്ങനെ തന്നെ വരുന്നുണ്ട്. നമ്മുടെ ഏതായിരുന്നു, ടോമി ഹിൽഫിഗറിന്റെ ടോമി ഇഡിടി എന്ന് വന്നിരുന്ന ആ ഒരു സാധനം ഇവിടെ ഇതിൽ വരുന്നുണ്ട്. പക്ഷേ അതിന്റെ കൂടെ ഇതിൽ എക്സ്ട്രാ ആയിട്ട് കുറച്ച് സംഭവങ്ങളുണ്ട്. അതായത് ഇതിലൊരു വൈറ്റ് ഫ്ലോറൽ നോട്ട്സ് നല്ലോണം വരുന്നുണ്ട്. വൈറ്റ് ഫ്ലോറൽ എന്ന് കംപ്ലീറ്റ്ലി പറയാൻ പറ്റൂല, എന്തായാലും കുറച്ച് ഫ്ലോറൽ നോട്ട്സ് കുറച്ച് കൂടുതലാണ് ഇതില്. പിന്നെ ഇത് കുറച്ചും കൂടി ഒരു ഫ്രഷ്നെസ്സും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഇത് മുമ്പ് കുറേ നാൾ മുന്നേ ഇതിന് ഡിയോഡറന്റ് റിവ്യൂ ചെയ്ത കാലത്ത് ഞാൻ വേറെ ഏതൊക്കെയോ പെർഫ്യൂമായിട്ടൊക്കെ സിമിലാരിറ്റി പറഞ്ഞത്. അത് ഡിയോഡറന്റ് ആകുമ്പോൾ കുറച്ചും കൂടി അധികം അതില് ഫ്രഷ്നെസ് ഉണ്ടാവും. ഇത് പെർഫ്യൂം ആകുമ്പോൾ ഇത് അതിന്റെ ഒരു ആക്ച്വൽ സംഭവമാണല്ലോ കിട്ടുക. അപ്പൊ ഇത് ഇപ്പൊ എനിക്ക് ഇവിടുന്ന് കിട്ടുന്ന ഒരു വൈബ്, ഒന്ന് സാപ്പിൾ സോളിഡ് പെർഫ്യൂമിന്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന ആ ഫ്രാഗ്രൻസുകൾ തന്നെയാണ്. അതിലുള്ള ഒരു വുഡി സ്മോക്കി അങ്ങനത്തെ ഒക്കെ ഒരു സംഭവങ്ങൾ, സ്പൈസി സ്മോക്കി അല്ല, ഒരു സ്പൈസി വുഡി നോട്ട്സ് അവിടെ കിട്ടുന്നുണ്ട്. പ്ലസ് ഒരു ഫ്ലോറൽ ടച്ച് ഇതിൽ എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ട്. അത് കുറച്ച് കൂടുതൽ തന്നെയുണ്ട്. ഒരു ഒരു ഫ്രഷ് ഫ്ലോറൽ എന്ന് നമുക്ക് പറയാൻ പറ്റിയത്. അതാണ് ഇതിന്റെ ഫ്രാഗ്രൻസ്. അപ്പോ ഇനി എന്താ പറയാ, ഇത് ഏതിന്റെ ഇൻസ്പയർഡ് ആണ് ചോദിച്ചാല് അത് എനിക്ക് പറയാൻ അറിഞ്ഞൂടാ. സാധാരണ സാപ്പിൾ സോൾഡ് ആണെങ്കിൽ നമ്മുടെ ടോമി ഹിൽഫിഗറിൻ്റെതാണ്. അപ്പൊ ഞാൻ ഇവിടെ ഫ്രാഗ്രന്റിക്ക നോക്കിയപ്പോൾ ഇതാണ് കണ്ടത്. ഓക്കെ, ജിവോൺഷി ഇൻസെൻസ് അൾട്രാ മറൈൻ എന്ന പെർഫ്യൂമിന്റെ ഇൻസ്പയർഡ് എന്നാണ് ഇതിലാരൊക്കെയോ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അത് മുഴുവനായിട്ട് നമുക്ക് അങ്ങനെ വിഴുങ്ങാൻ പറ്റൂല, കാരണം ഫ്രാഗ്രന്റിക്കന്റെ ഉള്ളിൽ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാം, ഈസി ആയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാം കേട്ടോ. ഇവിടെ ഈ ഇതാ ഇവിടെ ഇങ്ങനെ കണ്ട, ഇതുമായി ഇൻസ്പയർഡ് ആയിട്ടുള്ളത് ഇന്നതാണെന്നുള്ളത് ഇവിടെ ഞാൻ കൊണ്ടുപോയിട്ട് ഫ്രാഗ്രന്റിക്കൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ഇവിടെ ഞാൻ കൊണ്ടുപോയിട്ട് ഡിയോർ സവാഷ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡിയോർ സവാഷ് അവിടെ വരും. എന്നിട്ട് ഞാൻ വേറെ ഒരു 4 ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിട്ട് ഇത് ഡിയോർ സവാഷിനായിട്ട് സിമിലർ ആണെന്ന് ഇവിടെ അപ്വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സാധനം അവിടെ കിടക്കും. അപ്പോൾ ഡിയോർ സവാഷിന്റെ സിമിലർ ആണ് 4 ആൾക്കാർ അപ്വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കും. അപ്പോൾ അതെന്തായി, അത് മാനിപ്പുലേറ്റഡ് ആയി. അപ്പൊ ഞാൻ ആ ഒരു കാര്യം ഞാൻ വേറൊരു വീഡിയോ ചെയ്യേണ്ടല്ലോ, ഫ്രാഗ്രന്റിക്കയിലുള്ള മാനിപ്പുലേഷൻസ്. ഫ്രാഗ്രന്റിക്ക വിഴുങ്ങുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും ഫ്രാഗ്രന്റിക്കയിൽ നോക്കിയിട്ട് മുഴുവനായിട്ട് വിശ്വസിച്ചിട്ട് ഒരു സാധനം വാങ്ങിക്കുകയോ വിശ്വസിച്ചിട്ട് ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്യുക പോലും ചെയ്യരുത്. കാരണം അതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലതും കറക്റ്റ് ആയിക്കൊള്ളണം എന്നില്ല. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഇവർ കൊടുത്തിട്ടുള്ള നോട്ട്സ്, ഓക്കെ നോട്ട്സ് അതിൽ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, മസ്കി നോട്ട്സ്.
ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ പറഞ്ഞില്ല. ഓക്കെ, മസ്കി നോട്ട്സ് ഒരു ചെറിയൊരു വൈറ്റ് മസ്കിന്റെ ഒക്കെ പോലത്തെ സ്മെല്ല് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ മാറി ആംബർ പോലെ എന്ന് പറഞ്ഞത്. ആക്ച്വലി അങ്ങനത്തെ ഒരു വൈബാണ്. സോ അതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ് ഈ പെർഫ്യൂമിൽ നിന്ന് കിട്ടുന്നത്. അപ്പം ഞാനിത് പേഴ്സണലി വാങ്ങാനുള്ള കാര്യം ഒന്ന് ആ ഡിയോഡറൻ്റ് ആണ് കേട്ടോ. ആ ഡിയോഡറൻ്റ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ഡിയോഡറൻ്റ് ആണ്. പക്ഷെ ഡിയോഡറൻ്റ് ആയിട്ട് വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടി ഒരു പഞ്ചിയറാണ്. ഓബിയസ്ലി പെർഫ്യൂം ആവുമ്പോൾ പഞ്ച് കൂടുതലായിരിക്കും. അപ്പൊ എന്തായാലും ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു റിവ്യൂ ചെയ്യാം, ഇത് എത്രത്തോളം സമയം നിൽക്കുന്നുണ്ട് എന്നൊക്കെയുള്ളത്. മോസ്റ്റ്ലി ആൾക്കാർ പറയാറുള്ളത് ഇതൊരു 6 hours ലെവലൊക്കെ നിൽക്കുന്നുണ്ട്. കാരണം പക്ഷെ ഞാനിപ്പോൾ ഇത് ഫസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഒറ്റയടിക്ക് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് എത്താൻ കഴിയൂല. പിന്നെ ഇത് ഏത് ഒക്കേഷൻസിലേക്കാണ് ചോദിച്ചാൽ ഇതൊരു ഓഫീസ് ഫ്രണ്ട്ലി ഒരു പെർഫ്യൂം ആണ്. ബട്ട് ഒരു ഇത്തിരി ഓവർ അപ്ലൈ ചെയ്താൽ നമുക്ക് ഒരു ഓൾ ഒക്കേഷൻസിലേക്കൊക്കെ ആയിട്ടും പറ്റും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയോളൂ. നല്ല ക്ലീൻ ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ്. ഒട്ടുമിക്ക ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഇനൊഫെൻസീവ് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് തന്നെയാണ് സോളിഡ് ബ്ലാക്ക് എന്ന് കിട്ടുന്നത്. സോ എനിവേസ് ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.